ജയ സച്ചിദാനന്ദ. നിങ്ങളുടെ ഏവരുടെയും മനസ്സിൽ കൂടിയിരിക്കുന്ന പരമാത്മാവിനെ അത്യന്തം ഭക്തിയോടെ നമസ്കരിക്കുന്നു. നമസ്കാരം, നമസ്കാരം, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ ഗുരുശിഷ്യന്മാരുടെ യഥാർത്ഥ ബന്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. യഥാർത്ഥ ഗുരു എന്ന് നാം ആരെയാണ് പറയുന്നത്? യഥാർത്ഥ ഗുരുവിനെ ലഭിക്കുന്നത് വളരെ പ്രയാസമാണ്. യഥാർത്ഥ ഗുരുവിനെ തിരിച്ചറിയാനായി നാം എന്താണ് ചെയ്യേണ്ടത്? ഒന്നിലും ഒരു കടുകളവ് പോലും ആസക്തി ഉണ്ടാകാത്തവരാണവർ. എന്തൊക്കെ വ്യവഹാരങ്ങളായാലും ശരി, അവരാണ് യഥാർത്ഥ ഗുരു. ലോകത്തിലെ യാതൊരു വസ്തുവിലും അവർക്ക് ആസക്തി ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് തങ്ങളുടെ വീടും നിലം, ഭാര്യ, മക്കൾ, ഇങ്ങനെ ഇവരിൽ മോഹമുണ്ടാവാറേയില്ല. എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് അവരുടെ മേൽ യാതൊരു വിധത്തിലും ആസക്തി ഉണ്ടാവുകയില്ല. കാരണം എന്താണെന്നാൽ അവർക്ക് എടുക്കാനും കൊടുക്കാനും ഒന്നുമില്ല. അവരുടെ വ്യവഹാരം സമ്പൂർണമായ സന്യാസത്തെ പോലെയാണ്. യഥാർത്ഥ ഗുരുവിന് ഭാര്യ, മക്കൾ, കുടുംബം, മോഹം, മായാലോഭം, പിന്നെ പണം, ശിഷ്യൻ തുടങ്ങിയ എല്ലാ മമതയിൽ നിന്നും ആസക്തിയിൽ നിന്നും വിമുക്തരായിരിക്കേണ്ടതാണ്. ശിഷ്യനിലും ആസക്തി ഉണ്ടാവരുത്. ഇതെന്റെ ശിഷ്യനാണെന്ന തോന്നൽ ഉണ്ടാവാൻ പാടില്ല. അവരെയാണ് സദ്ഗുരു എന്ന് പറയുന്നത്. ഈ ദേഹം പോലും എന്റേതല്ലാത്തപ്പോൾ മറ്റെന്താണ് എന്റേതാവുന്നത്? സദ്ഗുരു എന്നാൽ സദ് പ്രാപ്തമാക്കിയവർക്ക്, ആത്മാവിനെ പ്രാപ്തമാക്കിയവർക്ക് സദാസമയവും ഒരേ ചിന്തയുണ്ടായിരിക്കും. ഞാൻ ആത്മാവാണ്, ശുദ്ധാത്മാവാണ്, എൻ്റെ ഈ ശരീരം പോലും എൻ്റേതല്ല എന്നുള്ളപ്പോൾ മറ്റേതു വസ്തുവിനെയാണ് എൻ്റേതെന്ന് പറയാനാവുക ഈ ലോകത്തിൽ? ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ജീവിച്ചിരിക്കെ തന്നെ സമ്പൂർണ്ണ വിരക്തരാവും. പിന്നീട് തൻ്റെ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്ക് പോയാലും വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പുറപ്പെട്ടു പോയാലും അവർ എവിടെ പോയാലും അവിടെ സ്വന്തം ലോകമുണ്ട്, മനസ്സും കൂടെയുണ്ടല്ലോ. മനസ്സ് അവർക്ക് പുതിയൊരു ലോകത്തെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഒരു മഹത്തായ സാധാരണ കഥയുണ്ട്, എല്ലാവർക്കും കോപമുണ്ടാക്കിയതാണ്. ബാബുജിയുടെ സ്ഥിതി എന്തായിരുന്നുവെന്ന്. അദ്ദേഹം കുടുംബസ്ഥനായിരുന്നെങ്കിലും ഗൃഹസ്ഥനായ ഒരു വ്യക്തിയായിരുന്നു, മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് വളരെ വിരക്തിയുണ്ടായി. ഈ ലോകത്തിൽ ഒന്നും നേടാനാവില്ല എന്ന്. ഇനി ഞാൻ ആത്മാവിൻ്റെ അന്വേഷണത്തിനായി പുറപ്പെടേണ്ടതാണ്. ഞാൻ ഹിമാലയത്തിൽ ചെന്ന് എൻ്റെ ആത്മാവിനെ അന്വേഷിക്കും എന്ന്. എന്നിട്ട് അദ്ദേഹം ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം ആത്മാവിനെ അറിയാനായി തപസ് ചെയ്യാൻ ആരംഭിച്ചു. അദ്ദേഹം സന്യാസി ബാവാജിയായിരുന്നു. വലിയ ഒരു വീട്ടിൽ നിന്നാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ഹിമാലയത്തിലെ തണുപ്പ് തട്ടിയപ്പോൾ ഒട്ടും സഹിക്കാൻ സാധിച്ചില്ല. മരം കോച്ചുന്ന തണുത്ത കാറ്റ്, മഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരുന്നു. ആ കാലാവസ്ഥയിൽ പാവം ഒരു ഗുഹയിലാണ് വസിച്ചത്. എന്നിട്ടും തണുപ്പ് സഹിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് ഭയങ്കര പനി പിടിക്കുകയും ചെയ്തു. പനി അദ്ദേഹത്തെ കൊണ്ട് സഹിക്കാനേ സാധിച്ചില്ല. എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ ഇതിൽ നിന്ന് സുഖം പ്രാപിക്കുക എന്ന് ദിവസം മുഴുവനും ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയുടെ ഓർമ്മ വന്നു. ഇപ്പോൾ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ചൂടുള്ള കഷായം ഉണ്ടാക്കി തരുമായിരുന്നു, തുളസി കഷായം തരുമായിരുന്നു. എൻ്റെ പനി അവൾ ഇങ്ങനെയൊക്കെ സുഖമാക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഭാര്യയുടെ ഓർമ്മ വന്നു കഴിഞ്ഞപ്പോൾ മറ്റൊന്ന്, അതിനുശേഷം വേറൊന്ന്. ഭാര്യയുടെ ഓർമ്മ വന്നു. അവൾ എനിക്ക് നല്ല നല്ല ആഹാരം ഉണ്ടാക്കി തരുമായിരുന്നു. ഇവിടെ രുചിയായിട്ട് ഒന്നും കിട്ടുന്നില്ല, ഭിക്ഷ യാചിച്ചാണ് തിന്നുന്നത്. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടില്ല. ഇത്തരം ഓർമ്മകളെല്ലാം മനസ്സിൽ ഉണ്ടായി. പിന്നീട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. കാട്ടിൽ അങ്ങുമിങ്ങും അന്വേഷിച്ച് നടന്നു. തുളസി ചെടി എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്നറിയാനായി അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ച് തേടി ഒരിടത്ത് നിന്ന് തുളസി കിട്ടി. ആ തുളസി കൊണ്ട് അദ്ദേഹം കഷായമുണ്ടാക്കി. ചൂടുള്ള കഷായം കുടിച്ചപ്പോൾ അദ്ദേഹത്തിന് നല്ല സുഖം തോന്നി. പനി മെല്ലെ കുറയാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം
പനി കുറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് തണുപ്പുണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഈ തുളസിച്ചെടി ഞാൻ ഗുഹയുടെ മുന്നിൽ തന്നെ നട്ടു വളർത്തണം എന്ന് തോന്നി. അതവിടെ തന്നെ തഴച്ചു വളർന്നോളും. അദ്ദേഹം അങ്ങനെ ചെയ്തു. അദ്ദേഹം വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു, അതിനെ വളർത്തി വലുതാക്കി. ചെടി കുറേശ്ശെ കുറേശ്ശെ വലുതായിക്കൊണ്ടിരുന്നു. അത് കണ്ട് അദ്ദേഹം സന്തോഷിച്ചു. മക്കൾ വലുതാവുന്നത് കാണുമ്പോൾ മാതാപിതാക്കന്മാർ സന്തോഷിക്കാറില്ലേ? അതേപോലെ തന്നെ അദ്ദേഹത്തിന്, ബാവാജിക്ക് സന്തോഷമായി. പിന്നീട് ഒരിക്കൽ എന്താണ് ഉണ്ടായതെന്നാൽ, രാത്രി ഒരു എലി, വലിയ ഒരു തടിയൻ എലി വന്നു. അത് പല്ലുകൊണ്ട് ആ തുളസിച്ചെടി മുറിച്ചു. അത് വീണുപോയി. വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം തുളസിച്ചെടി വളർത്തിയത്. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് എലി അതിനെ നശിപ്പിക്കുകയാണ് ചെയ്തത്. രാവിലെ ആ കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമുണ്ടായി. എന്താണ് ചെയ്യുക? എന്റെ അധ്വാനമെല്ലാം പാഴായി. അതുമാത്രമല്ല, വീണ്ടും പനി ഉണ്ടായാൽ ഞാനിനി എന്ത് ചെയ്യും? അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, വീണ്ടും എലി ശല്യപ്പെടുത്താതിരിക്കാൻ ഒരു പൂച്ചയെ വളർത്തേണ്ടി വരും. അത് എലിയെ വരാൻ അനുവദിക്കില്ല. അദ്ദേഹം എന്തു ചെയ്തു? ഒരു പൂച്ചയെ വളർത്തി. പൂച്ചയെ വളർത്താൻ എളുപ്പമാണ്, പക്ഷെ അതിന് കുടിക്കാൻ പാലും തിന്നാൻ എന്തെങ്കിലും കൊടുത്തല്ലേ പറ്റൂ. അദ്ദേഹം ചിന്തിച്ചു, ഇനി എന്തു ചെയ്യും? പൂച്ചയെ എങ്ങനെ വളർത്തും? പാൽ എവിടെ നിന്ന് കൊണ്ടുവരും? ഹിമാലയത്തിലെ ഈ കാട്ടിൽ പാൽ എവിടെ കിട്ടാനാ? അപ്പോൾ അദ്ദേഹം കരുതി, പാലിന് വേണ്ടി ഞാനൊരു പശുവിനെ വളർത്തും. അതിങ്ങനെ ഒരു പശുവിനെ വാങ്ങി. അങ്ങനെ പശുവിനെ വളർത്താൻ തുടങ്ങി. പൂച്ചയ്ക്ക് പാല് കൊടുക്കാനായി അദ്ദേഹം പശുവിനെ വളർത്തി. പിന്നീട് തോന്നി, പശുവിനെ ദിവസവും കറക്കുന്നത് വളരെ പ്രയാസമായ കാര്യമാണ്. അങ്ങനെ പശുവിന്റെ പാല് കറക്കാൻ ഒരു ഭാര്യയെ കൊണ്ടുവന്നു. കണ്ടോ, അവിടെ വീണ്ടും പഴയതുപോലെ ഒരു കുടുംബമുണ്ടായില്ലേ? കടുകളവ് ആസക്തി, ദേഹത്തിന്റെ ആസക്തി എത്രമാത്രം കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. ആസക്തി എങ്ങനെയുള്ളതാണ്? ഒരു തുള്ളി ഉണ്ടായാൽ പോലും അത് മല പോലെ ഭീമാകാരമാവും. യഥാർത്ഥ സദ്ഗുരു എന്ന് വിളിക്കപ്പെടുന്നവർക്ക് ജീവിതത്തിൽ ഒരു ചെറിയ തുള്ളി പോലും, ഒരംശം പോലും ആസക്തി ഉണ്ടാവില്ല. അവർ അനാസക്തരായിരിക്കും. ഉള്ളിലെ മായ, മോഹം, കോപം, ക്രോധം, ലോഭം, വിദ്വേഷം, പക എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും അവർ മറികടന്നിരിക്കും. എന്നിട്ട് ആത്മാന്വേഷണം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ അനാസക്തരായ മഹാത്മാക്കളെ കിട്ടുന്നത് വളരെ ദുർലഭമാണ്. എനിക്കങ്ങനെയുള്ള ജ്ഞാനിയെ കിട്ടിയിട്ടുണ്ട്. ദാദാ ഭഗവാൻ വളരെ വിരക്തനായിരുന്നു. ലൗകികതയിൽ വിരക്തി, സമ്പൂർണ്ണ വിരക്തനായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ വളരെ അടുത്ത് നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. 20 വർഷം ഞാൻ അദ്ദേഹത്തിന് സേവ ചെയ്തിരുന്നു. ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സിന് വ്യതിചലനം ഉണ്ടായിട്ടില്ല. ലോകത്തിലെ ഒന്നിന്റെ മേലും അദ്ദേഹത്തിനില്ലായിരുന്നു. മാത്രമല്ല, ഭാര്യയുടെ കാര്യത്തിലും അദ്ദേഹം തികച്ചും വിരക്തനായി കാണപ്പെട്ടു. ബ്രഹ്മചര്യം അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ പരിപാലിച്ചിരുന്നു. ആ കാലത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ വിവാഹം നടത്തുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തിനും 15 വയസ്സിൽ തന്നെ വിവാഹം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും അപ്പോൾ 12 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നും തിരിച്ചറിയാനാവാത്തപ്പോഴേ വിവാഹം നടന്നു. പിന്നീട് അദ്ദേഹത്തിന് ആത്മാവ് എന്താണ്, അധ്യാത്മം എന്താണ്, ആത്മാവിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായി. പിന്നീട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആത്മാവിന്റെ ലക്ഷ്യമുണ്ടായി. അങ്ങനെ 1958 50-ാമത്തെ വയസ്സിൽ അദ്ദേഹം ജ്ഞാനം പ്രാപ്തമാക്കുകയും ചെയ്തു. എന്നാൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ബ്രഹ്മചര്യം പാലിച്ചിരുന്നു. അതിനു മുൻപ് അദ്ദേഹത്തിന് ഒരു മകൻ ജനിച്ചിരുന്നു. ജ്ഞാനം പ്രാപിച്ചിരുന്നില്ല, അതിനെക്കുറിച്ച് ഉദ്ദേശവുമില്ലായിരുന്നു. പക്ഷേ കണ്ടില്ലേ, ജ്ഞാനിയുടെ അന്തിമസ്ഥിതി ചെറുപ്പത്തിൽ തന്നെ ഒരു ജ്ഞാനിക്ക് എങ്ങനെ മനസ്സിലാക്കാനാവുന്നു എന്ന്. വളരെ ചെറുപ്പത്തിൽ 7 വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞു, മകനെ, വൈഷ്ണവ സമ്പ്രദായപ്രകാരമുള്ള മണിമാല അണിയണം. അദ്ദേഹം ചോദിച്ചു, എന്തിനാ മാല അണിയുന്നത്? അമ്മ പറഞ്ഞു, അപ്പോഴേ നിനക്കൊരു ഗുരുവിനെ കിട്ടുകയുള്ളൂ. ഗുരുവില്ലാതെ ആർക്കും ജീവിക്കാനാവില്ല. ഗുരു ഇല്ലാതെ ഒന്നും നടക്കില്ല. അദ്ദേഹം ചോദിച്ചു, മാല അണിയുന്നത് കൊണ്ട് ഗുരു ഉണ്ടാവുമോ അമ്മേ? വെറുതെ മാല അണിഞ്ഞാൽ മാത്രം മതിയോ? വെറും 7 വയസ്സ് പ്രായമുള്ള മകൻ അമ്മയോട് ചോദിച്ചത് എത്ര ഇന്റലക്ച്വൽ ക്വസ്റ്റ്യനാണ്. വെറുതെ മാല അണിയുന്നത് കൊണ്ട് എങ്ങനെയാണ് ഗുരുവിനെ കിട്ടുക? എനിക്ക് എന്തെങ്കിലും ജ്ഞാനം പഠിപ്പിക്കുന്നവരെ മാത്രമേ ഞാൻ ഗുരുവായി സ്വീകരിക്കൂ.
ജ്ഞാനം നൽകാത്തവരെ എങ്ങനെയാണ് ഗുരുവായി സ്വീകരിക്കുക? ആ പ്രായത്തിൽ എന്തൊരു ബുദ്ധിയാണ്! അദ്ദേഹം അത് നിരസിച്ചു. മാല അണിഞ്ഞില്ല അദ്ദേഹം. ആ പ്രായത്തിൽ അദ്ദേഹത്തിന് അത്തരം ചിന്തയുണ്ടായി. 13 വയസ്സായ സമയത്ത് അദ്ദേഹത്തിന് സന്യാസി, ഗുരുജി എന്നിവരോട് വളരെ സ്നേഹം തോന്നിയിരുന്നു. ആ ഗ്രാമത്തിൽ ഏതെങ്കിലും സന്യാസിയോ ഗുരുവോ വന്നാൽ സന്യാസാശ്രമത്തിൽ ഉടനെ അവർക്ക് സേവനം ചെയ്യും. അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു അദ്ദേഹം. 1 മാസം വരെ ഒരു സന്യാസിക്ക് സേവനം ചെയ്തു. ആ സന്യാസി അന്ധനായിരുന്നു. അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പറഞ്ഞു, മോനെ, നിനക്ക് ഭഗവാൻ മോക്ഷം നൽകും എന്ന്. ദാദാജി അപ്പോൾ പറഞ്ഞു, വേണ്ട വേണ്ട, എനിക്ക് മോക്ഷമൊന്നും ആവശ്യമില്ല. ഭഗവാൻ എനിക്ക് മോക്ഷം തന്നിട്ട് ഞാൻ മോക്ഷം നേടണമോ? അങ്ങനെയുള്ള ഒരു മോക്ഷം എനിക്ക് വേണ്ട. അദ്ദേഹം വളരെ ആശ്ചര്യപ്പെട്ടുകൊണ്ട് ഗുരുജി ചോദിച്ചു, അതെന്തുകൊണ്ടാ? അഥവാ ഭഗവാനിന്റെ മുകളിൽ മോക്ഷത്തിൽ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് മോക്ഷം പ്രാപ്തമാക്കി തന്നാൽ ഞാൻ സ്വയമായിട്ട് സമ്പാദിച്ചതാണെന്ന് എങ്ങനെ പറയാനാവും? മോക്ഷത്തിൽ ഉയർച്ചയും താഴ്ചയും ഒന്നുമില്ല. എല്ലാവരും മുക്തിയിലായിരിക്കും, എല്ലാവരും ഒരുപോലെ. സോ ഈ മോക്ഷം എന്ന പദത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം 13-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് വളരെ ക്ലിയർ ആയിരുന്നു. ഇത് പൂർവ്വജന്മത്തിൻ്റെതാവാം, അല്ലാതെ എങ്ങനെയാണിത് മനസ്സിലാക്കാൻ സാധിക്കുക? സത്യത്തിൽ ഇതാണ് യഥാർത്ഥ സംഗതി. ഈ യഥാർത്ഥ സത്യം അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പറഞ്ഞിരുന്നു. അത് അദ്ദേഹം മുറുകെ പിടിക്കുകയും ചെയ്തു. സോ അനേക ജന്മങ്ങളുടെ ശേഷമാണ്, അനേക ജന്മങ്ങൾ കഴിഞ്ഞാണ് ഇത് ലഭിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു അറിവ്. സോ ജ്ഞാനികൾ എന്നാൽ ഇങ്ങനെ ആയിരിക്കും. അദ്ദേഹത്തിന് ഏകദേശം 15 വയസ്സുള്ളപ്പോഴാണ് വിവാഹം നടന്നത്. വിവാഹം നടന്നപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് താലി കെട്ടേണ്ട സമയമായപ്പോൾ, ആ സമയത്ത് അദ്ദേഹം ഭാര്യയെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ചിന്തയുണ്ടായി. ഈ വിവാഹത്തിന്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കും? 2 പേരിൽ ഒരാൾക്ക് മരണം സംഭവിക്കുന്നതാണ്. ഒന്നുകിൽ ഞാൻ വിഭാര്യനാവും അഥവാ അവൾ വിധവയാവും. 2-ൽ ഒരാൾ മരിച്ചു പോവും. കണ്ടില്ലേ വിവാഹ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുദിച്ച ചിന്ത എന്തായിരുന്നു എന്ന്? വരന് ആ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ചിന്തകളാണ് ഉണ്ടായത്. മാരേജിന്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കും എന്ന്. 2-ൽ ഒരാൾ മരിച്ചു പോകുന്നതാണ്. അങ്ങനെ ഒരു ചിന്തയാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. വിവാഹ സമയത്ത് തന്നെ അത്തരമൊരു ചിന്ത ഉണ്ടായെങ്കിൽ ജീവകാലം മുഴുവനും ആ ചിന്ത ഉണ്ടാവാതിരിക്കുമോ? പറയൂ. ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവസാനം വരെ അദ്ദേഹം ഭാര്യയിൽ നിന്ന് മുക്തനായിരുന്നു, വിരക്തനായി ജീവിച്ചു. അതായത് അദ്ദേഹത്തിന് 22-23 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു മകനുണ്ടായി. അന്ന് അദ്ദേഹം തൻ്റെ കൂട്ടുകാർക്കെല്ലാം പാർട്ടി കൊടുത്തു ഹോട്ടലിൽ വെച്ച്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. വീണ്ടും 2 വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു പാർട്ടിയും കൂടി കൊടുത്തു. എല്ലാവരും ചോദിച്ചു, എന്തിനാണ് ഈ പാർട്ടി, എന്തിനാണ് ഈ പാർട്ടി എന്ന്. പാർട്ടി കഴിഞ്ഞതിന് ശേഷം അത് പറയാമെന്ന് പറഞ്ഞ ദാദാജി പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്ന അതിഥി വീട്ടിൽ നിന്ന് പോയി, അതിനു വേണ്ടിയാണ് ഈ പാർട്ടി. സ്വീകരണത്തിനും ഒരുക്കങ്ങൾ ചെയ്യുന്നു, സെൻഡ് ഓഫിനും ഒരുക്കങ്ങൾ ചെയ്യുന്നില്ലേ? അദ്ദേഹം മകന് വേണ്ടി 2ഉം ആഘോഷിക്കുകയുണ്ടായി. കൂട്ടുകാരെല്ലാം വിസ്മയിച്ചു, എന്താണിത്? വീണ്ടും വേറൊരു പാർട്ടി നൽകി. മകൻ പിറന്നതിന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാവരും വളരെയധികം സന്തോഷിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പാർട്ടി നൽകി. എന്തിനു വേണ്ടി? അദ്ദേഹം പറഞ്ഞു, വീട്ടിൽ വന്ന അതിഥി തിരിച്ചുപോയി. അദ്ദേഹത്തിന് അത്രയും വിരക്തിയുണ്ടായിരുന്നു സ്വന്തം മകന്റെയും മകളുടെയും കാര്യത്തിൽ. ഇത് നിങ്ങൾക്ക് മറ്റെവിടെയും കാണാൻ സാധിക്കില്ല. കരഞ്ഞുകൊണ്ടിരിക്കേണ്ടതിന് പകരം അദ്ദേഹം പാർട്ടി നൽകുന്നു. വന്ന അതിഥി തിരിച്ചുപോയതിന് പാർട്ടി. ഉദാസമാൻ. ഇതാണ് ജ്ഞാനിയുടെ ലക്ഷണം. ഇങ്ങനെ അനാസക്തരായിരിക്കും, വിരക്തിയുണ്ടാവും. അവർക്ക് മമതയും മോഹവും ഒന്നും ഉണ്ടാവില്ല.
അതുമാത്രമല്ല, ലോകത്തിലുള്ള ഒന്നിലും പണത്തിലും അദ്ദേഹം ഒരു വലിയ ബിസിനസ്മാൻ ആയിരുന്നു. ആ കാലത്ത് അദ്ദേഹം 1,00,000 രൂപ സമ്പാദിച്ചിരുന്നു. ജെറ്റി കോൺട്രാക്ടർ ആയിരുന്നു. പക്ഷെ പണത്തോട് അദ്ദേഹത്തിന് മമതയില്ലായിരുന്നു എന്ന് പറയാം. ഒട്ടും മോഹമില്ലായിരുന്നു. ദിവസം മുഴുവനും അദ്ദേഹത്തിന് മറ്റുള്ളവരെക്കുറിച്ചുള്ള വിചാരമായിരുന്നു. എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കുക, എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരെ ഒബ്ലൈജ് ചെയ്യുക, ഇതായിരുന്നു രാവും പകലും അദ്ദേഹത്തിന്റെ തലച്ചോറിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം തന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരോടും പറഞ്ഞിരുന്നു, നോക്ക്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ അർദ്ധരാത്രി വന്നാൽ പോലും നിങ്ങൾ ഒരിക്കലും ആശ്ചര്യപ്പെടാൻ പാടില്ല. എനിക്കെന്തോ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് ചിന്തിക്കരുത്. ഞാൻ നിങ്ങളുടെ അരികിലേക്ക് ഒരിക്കലും എന്തെങ്കിലും കാര്യത്തിനായി വരില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ രാത്രി 2 മണിക്കോ 3 മണിക്കോ ഏത് സമയത്തും നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് വരാനാവും. എൻ്റെ വാതിൽ തുറന്നിരിക്കും. ഞാൻ നിങ്ങളെ തീർച്ചയായും സഹായിക്കും. എനിക്കൊന്നിൻ്റെയും ആവശ്യമുണ്ടാവില്ല. ഈ കൈകൾ കൊടുക്കാനുള്ളതാണ്, വാങ്ങിക്കാനുള്ളതല്ല. എനിക്കെന്താണ് കിട്ടിയത്, അതുകൊണ്ട് എന്തെങ്കിലും സുഖം പ്രാപ്തമായിരിക്കേണ്ടതാണ് എന്ന് പറയും. ദുഃഖം തരില്ല, പക്ഷേ സുഖം പ്രാപ്തമാക്കി തരുന്നതാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത സിദ്ധാന്തം. അദ്ദേഹത്തിന് പണത്തോട് ഒട്ടും ആസക്തിയില്ലായിരുന്നു. അല്പം പോലും ലോഭമില്ലായിരുന്നു. വീട്ടിൽ അദ്ദേഹത്തിന്റെ വ്യവഹാരം എങ്ങനെയായിരുന്നു? വീട്ടുകാര്യങ്ങൾ നടത്താനായി ഭാര്യയ്ക്ക് വെറും 500 രൂപയെ കൊടുത്തിരുന്നുള്ളൂ. എന്തുകൊണ്ട്? അദ്ദേഹം പറയാറുണ്ട്, ഞാൻ വെറും ലോമെട്രിക് ആണ്, അഥവാ ഞാൻ ജോലിക്ക് പോയിരുന്നെങ്കിൽ എൻ്റെ ശമ്പളം എന്തായിരുന്നിരിക്കും? വെറും 500 രൂപ. അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് അത്രയും കൊണ്ടുവരാനേ എനിക്ക് അധികാരമുള്ളൂ. ബാക്കി പണത്തിലൊന്നും എനിക്ക് യാതൊരു അധികാരവുമില്ല. ഞാനിത് കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. ഓരോ വർഷവും അദ്ദേഹം ബാലൻസ് കൂട്ടുമ്പോൾ എത്ര തന്നെ ലാഭമുണ്ടായാലും അത് മുഴുവനും തൻ്റെ വീട്ടിലെ ചിലവിനുള്ള 500 രൂപ കഴിച്ച് ബാക്കി പണം മുഴുവനും നല്ല വഴിയിൽ നല്ല കാര്യങ്ങൾക്കായി ചിലവാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പണത്തിൽ ഞാൻ എത്രയോ പ്രാവശ്യം സഞ്ചരിച്ചിട്ട് പോലുമുണ്ട്. അങ്ങനെയുള്ള ഗുരുവിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ സ്വാമിജിയുടെ പണം കൊണ്ട് ഭക്തന്മാർ ഉല്ലസിക്കുന്നത്? തീർച്ചയായും ഇങ്ങനെ കേട്ടിരിക്കും, ഭക്തന്മാരുടെ പണം കൊണ്ട് സ്വാമിജികൾ ഉല്ലസിക്കുന്നു എന്ന്. അദ്ദേഹത്തിന് അത്രയും പ്യൂരിറ്റി ഉണ്ടായിരുന്നു. ആരുടെ പക്കൽ നിന്നും ഒരു പൈസ പോലും വാങ്ങിക്കാറില്ല. തൻ്റെ സ്വന്തം ചിലവും വീട്ടിലെ ചിലവും വരാനും പോവാനുമുള്ള എല്ലാ ചിലവും അദ്ദേഹം സ്വന്തം സമ്പാദ്യത്തിൽ നിന്നാണ് ചിലവാക്കിയിരുന്നത്. ഇത് അദ്ദേഹത്തിന്റെ പ്യൂരിറ്റിയുടെ സിദ്ധാന്തമായിരുന്നു. ഈ സിദ്ധാന്തം ഞാനും എൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. ഞാൻ എന്തു തന്നെ ചെയ്താലും അതെൻ്റെ ഇൻകം കൊണ്ടാണ് ചെയ്യാറുള്ളത്. കാണിക്കയുടെ പണം കൊണ്ട് ഒരിക്കലും സ്വന്തം ചിലവുകൾ നടത്താൻ പാടില്ല. പേഴ്സണലായി ചിലവാക്കിയാൽ ബുദ്ധി ഭ്രഷ്ടമാവുന്നതാണ്. അതുകൊണ്ട് കാണിക്കയിൽ നിന്ന് ഒരിക്കലും ചിലവാക്കരുത്. അത് ഏറ്റവും വലിയ ദോഷമായിരിക്കും. ഇത് ദാദാജിയുടെ പ്യൂരിറ്റിയുടെ മാർഗമായിരുന്നു. ജീവകാലം മുഴുവനും അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം എല്ലാ കൊല്ലവും അമേരിക്കയിലേക്ക് പോവും. സത്സംഗത്തിനായി. ജനങ്ങൾക്ക് അദ്ദേഹത്തോട് ഭ്രാന്തായിരുന്നു. അദ്ദേഹത്തിന് ആയിരക്കണക്കിന് പണവും സ്വർണവും എല്ലാം കാണിക്കയായി നൽകുമായിരുന്നു. പലരും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് എയർ കണ്ടീഷൻഡ് കാറ് തരാം, ഇത് തരാം, അത് തരാം എന്നൊക്കെ. എന്നാൽ അദ്ദേഹം യാതൊരു വസ്തുവിലും സ്പർശിക്കില്ലായിരുന്നു. അദ്ദേഹം പറയും, എനിക്ക് എന്തിനാ ഇതൊക്കെ, ഞാനിതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു സഹോദരി ഗുരുപൗർണമി ദിവസം അദ്ദേഹത്തിന് 5 തോലയുടെ സ്വർണ്ണ ചെയിൻ കൊടുത്തു, കഴുത്തിൽ അണിയിച്ചു. ദാദാജി വേഗം അതവർക്ക് തിരിച്ചു കൊടുക്കുകയുണ്ടായി. അവരുടെ സമ്പ്രദായത്തിൽ ഇതൊരു ചടങ്ങായിരുന്നു. അവർ വല്ലാതെ വിഷമിച്ചു. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു. ഇതെങ്കിലും അങ്ങ് സ്വീകരിക്കണം, അങ്ങ് ഒന്നും തന്നെ വാങ്ങുന്നില്ല. ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചതാണെന്നറിയാമോ ഈ സ്വർണം അങ്ങ് സ്വീകരിക്കണമെന്ന്. ഇതങ്ങ് വാങ്ങണം. എന്തിനു വേണ്ടി ഉപയോഗിച്ചാലും സാരമില്ല, അങ്ങ് ഇത് വാങ്ങിച്ചേ പറ്റൂ. ദാദാജി പറഞ്ഞു, നോക്കൂ സഹോദരി, അഥവാ നിങ്ങൾക്ക് 1 തോല സ്വർണമാല കഴുത്തിൽ അണിയിച്ചാൽ നിങ്ങളോട് ഇത് 24 മണിക്കൂറും കഴുത്തിൽ തന്നെ ഉണ്ടാവണം, രാത്രി ഉറങ്ങുമ്പോഴും ഊരി വെക്കരുത് എന്ന് പറഞ്ഞാൽ അത്തരം ഒരു ഉടമ്പടിയിലാണ് സ്വർണ്ണ ചെയിൻ തന്നിട്ടുള്ളതെങ്കിൽ അത് 1 തോല സ്വർണമാലയാണെങ്കിലും നിങ്ങൾ ആ മാല സ്വീകരിക്കുമോ ഈ ഉടമ്പടി പ്രകാരം? അവർ പറഞ്ഞു, ഇല്ല, അത്രയും ഭാരം എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും?
ദാദാജി പറഞ്ഞു, നിങ്ങൾ 1 തോല സ്വർണം ഭാരമുള്ളതായി കാണുമ്പോൾ നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്നത് 5 തോല ഭാരമുള്ള ചെയിനാണ്. അത് മനസ്സിന്റെ ഭാരത്തെ പോലെയാണുള്ളത്. എനിക്കത് താങ്ങാനാവില്ല, എനിക്കത് സഹിക്കാൻ സാധിക്കില്ല, എനിക്കതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ട് സഹോദരി, ഇത് കൊണ്ടുപോകൂ, എന്നിട്ട് എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. അദ്ദേഹം അത് സ്വീകരിച്ചില്ല. അത്രയും പ്യൂരിറ്റിയോടെയാണ് അദ്ദേഹം ജീവിച്ചത്. അവസാനം വരെ സ്വന്തം ട്രാവലിങ്ങിനുള്ള പണം സ്വന്തം സമ്പാദ്യത്തിൽ നിന്നെടുത്തു. സോ ഇത് വളരെ ഉയർന്ന നിലയിലുള്ള പ്യുവർ ജ്ഞാനിയുടെ ലക്ഷണമാണ് എന്ന് പറയാം. അവർ ജ്ഞാനി പുരുഷൻ, സദ്പുരുഷൻ, സദ്ഗുരു ഇവരിൽ നിന്നും ഉയരത്തിലായിരിക്കും ഉള്ളത്, ഏറ്റവും ഉയരത്തിൽ, ജ്ഞാനിയുടെ പദവിയിൽ. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞത്, ഹേ അർജുന, എനിക്കും ജ്ഞാനിക്കും തമ്മിൽ ഭേദമുണ്ടെന്ന് നീ കരുതരുത്. ജ്ഞാനി അവരാണ് എൻ്റെ ആത്മാവ്. ജ്ഞാനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, പ്രിയത്തേക്കാൾ പ്രിയമുള്ളവർ. അങ്ങനെയുള്ള ജ്ഞാനിയെക്കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞില്ലേ, അതേപോലെയുള്ള ജ്ഞാനിയെയാണ് എനിക്ക് കിട്ടിയത്, ദാദാജിയെ കിട്ടിയത്. ഒരു ദിവസം ഒരു സംഭവമുണ്ടായി. ഞാൻ ആദ്യമായി ദാദാജിയുടെ കൂടെ അമേരിക്കയിലേക്ക് പോയതായിരുന്നു. സത്സംഗത്തിനായി പോയി. അവിടുത്തെ ഹോസ്റ്റ്സ് എല്ലാം യജമാനന്മാരെ പോലെയായിരുന്നു ഉള്ളത്. അവർ ദാദാജിക്ക് അമേരിക്കയിലെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു, പുതിയ ടെക്നോളജി കാണിച്ചു, പുതിയ പുതിയ സാധനങ്ങൾ കാണിച്ചു. അവയിൽ നിന്ന് ദാദാജി ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും തിരഞ്ഞെടുത്താൽ ഉപകാരമായിരിക്കും എന്നവർ പറയുകയുണ്ടായി. അവർക്ക് ഏറ്റവും വലിയ പുണ്യം സമ്പാദിക്കാനുള്ള ചാൻസ് ഉണ്ടാവും എന്ന്. അവർ ദാദാജിയെ പല സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കൂ, ഓരോന്നും വിവരിച്ചു കൊടുത്തു. വലിയ വലിയ മാൾസിലേക്ക് കൊണ്ടുപോയി, ഷോപ്പിംഗ് മാളിൽ. ഒരിക്കൽ ആ യജമാനൻ ഇങ്ങനെ പറഞ്ഞു, വലിയൊരു യജമാനൻ, അദ്ദേഹം ചോദിച്ചു, ഇവയിൽ ഏതാണ് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് അങ്ങ് പറയണം, അതുകൊണ്ട് ഞങ്ങൾക്ക് നേട്ടമുണ്ടാവും. ദാദാജി പറഞ്ഞു, നോക്ക് സഹോദര, അമേരിക്കയിലെ മുഴുവൻ സ്റ്റോഴ്സും നിങ്ങൾ എന്നെ കൊണ്ടുപോയി കാണിച്ചു, എന്നാൽ ഒരു സ്റ്റോറിലും എനിക്ക് ഒന്നും വാങ്ങിക്കാനില്ല. അമേരിക്കയിലുള്ള എല്ലാ സ്റ്റോറിലെയും ഒരു വസ്തുവിനും എന്നെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുകയില്ല. എന്തൊരു വസ്തുവാണ് അദ്ദേഹം! എനിക്കൊരു സാധനവും ആവശ്യമില്ല, ഞാൻ എല്ലാം കണ്ടു മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ ഇവയെല്ലാം വെറും ഷോ പീസസ് ആണ്. ഷോ പീസസ് കാണാനായി വെക്കുന്നതാണ്, എടുക്കാനായി വെക്കുന്നതല്ല. ഞാൻ അതൊക്കെ നോക്കി, എനിക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിനേക്കാളും ഉപരി എനിക്കൊരാഗ്രഹവും തോന്നുന്നില്ല, എനിക്കൊന്നും വേണ്ട. എൻ്റെ അടുത്ത് വളരെ ചെറിയൊരു ബാഗുണ്ട്, ആ ബാഗിനടുത്ത് ഞാൻ എന്തു വെക്കും? 2-4 ജോഡി തുണികൾ, അതിലും ഉപരി ഒന്നും അതിൽ അടങ്ങില്ല. അദ്ദേഹം പറഞ്ഞു, നമുക്ക് തോന്നും നാം വളരെയധികം സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന്. എന്നാൽ നിങ്ങൾ ഒന്നും വാങ്ങുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ സ്വയം വിൽക്കപ്പെടുകയാണ്, വിറ്റിരിക്കുകയാണ്. ഇത്തരം സിദ്ധാന്തം ജ്ഞാനിയുടെ പക്കൽ നിന്നേ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അവർ സ്വയം അതിൽ ജീവിക്കുന്നു. എന്നെയും അദ്ദേഹം ഇതാണ് പഠിപ്പിച്ചത്. ഞാനും അതേപോലുള്ള പ്യൂരിറ്റിയോടെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജയ് സച്ചിദാനന്ദ.